Then functions of more than 3 variable. The gradient of a differential function n variable f of x1, x2, xn is gradient of f equal to dou f by dou x1, dou f by dou x2, and so on, dou f by dou xn. If u equal to u1, u2, un is an n-dimensional vector such that u1 square plus u2 square plus so on un square equal to 1, u is a unit vector since modulus of u equal to 1. Then the directional derivative of f in the direction of u is equal to directional derivative of f is equal to gradient of f dot u, that is dou f by dou x1 u1 plus so on dou f by dou xn un. ഇതാണ് n dimensional ഫോർമുല ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ. ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ 7. ദ വോളിയം ഓഫ് ദ സോളിഡ് ഷോൺ ഇൻ ഫിഗർ 14.33 consists of a tetrahedron on top of a triangular prism given by f of x, y, z, w equal to xy by 2 into z plus w by 3. Calculate the derivative of f of x, y, z, w at the point P0 6584 in the direction of v equal to 1 minus 1 minus 1 1. What is the geometric significance of the volume value obtained in part A? ഇതാണ് ഒരു ടെട്രാഹിഡ്രന്റെ ഫിഗർ ആണിത്. ഇതാണ് ടെട്രാഹിഡ്രൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന്റെ ഫിഗർ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇതാ എക്സും വൈയും സെഡും ഡബ്ല്യു ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. ആദ്യം അതിന്റെ യു കാണണം. യു ഈക്വൽ ടു വി ബൈ മോഡ് വി, ദാറ്റ് ഈസ് വി. ഇതാണ് വി, ആ വെക്ടർ വി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഡിവൈഡ് ബൈ മോഡ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ √4 ആണ്, ദാറ്റ് ഈസ് 2. 1 by 2 1 minus 1 minus 1 1, that is equal to 1 by 2 minus 1 by 2 minus 1 by 2 1 by 2 ആണ്. ഇതാണ് യൂണിറ്റ് വെക്ടർ. ഇനി നമ്മൾ എഫ് എക്സ് കാണണം. എഫ് എക്സ്, എഫ് എന്താ? എഫ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഇതാണ് എഫ്. അപ്പം എഫ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ബൈ 2 ഇൻറ്റു സെഡ് പ്ലസ് ഡബ്ല്യു ബൈ 3. അപ്പൊ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ബൈ 2 വൈ ബൈ 2 സെഡ് ഇൻറ്റു ഡബ്ല്യു ബൈ 3. അപ്പൊ ഇത് കിട്ടും. ഇനി x6584 കൊടുക്കുക. അപ്പൊ 70 by 3. ഇനി എഫ് ഐവോ, എഫ് ഐ എക്സ് ബൈ 2 z plus w by 3, 6584 കൊടുത്ത 28, fz 15, fw 5. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇത് ഗ്രേഡിയന്റ് ഓഫ് എഫ് നമുക്ക് ഇതാ കിട്ടിയത്. 70 by 3, 28, 15, 5. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഡോട്ട് യു, അപ്പം ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -22 by 3 ഇതാണ് കിട്ടിയത്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് -22 by 3 ആണ്. ഇനി ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ? നമുക്ക് ജോമെട്രിക്കലി ദിസ് മീൻസ് ദാറ്റ് ദ ഡയമെൻഷൻ ആർ x equal to 6, y equal to 5, z equal to 8 and w equal to 4. Then the dimensions are changed by moving a unit speed so that x and w increase at the same rate. എക്സും വൈയും ഒരേ റേറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. എക്സും വൈയും ഒരേ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എക്സിൻ്റെയും വൈയുടെയും
എക്സിൻ്റെയും വൈയുടെയും അല്ല എക്സിൻ്റെ സെഡിൻ്റെ എക്സും സെഡും ഒരേപോലെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എക്സിൻ്റെ 1/2 ആണ്, സെഡിൻ്റെയും 1/2 ആണ്, ഒരേപോലെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ദ വോൾ അതാണ്. ദെൻ വൈ ആൻഡ് സെഡ് ഡിഗ്രീസ് അറ്റ് ദാറ്റ് റേറ്റ്. വൈയും സെഡും എന്തായിരിക്കും? എക്സും വൈയും എക്സും ഡബ്ല്യൂയും 1/2 ആണെങ്കിൽ വൈയും സെഡും -1/2 ആണ്. ദെൻ ദ വോളിയം ഓഫ് ദ സോളിഡ് ഡിഗ്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് -22/3. അതാണ് 7/1/3. ഡിഗ്രീസ് ചെയ്യുകയാണ് വോളിയം. വോളിയം എത്ര റേറ്റിലാണ് ഡിഗ്രീസ് ചെയ്തത്? -22/3യിലാണ്. എക്സും വൈയും ഇൻക്രീസ് ചെയ്യുന്ന എന്താണ്? എക്സും വൈയും ഇൻക്രീസ് ചെയ്യുന്ന 1/2 ആണ്. വൈയും സെഡും ഡിഗ്രീസ് ചെയ്യുന്ന -1/2 ആണ്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് -22/3. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. ഇൻ എക്സസൈസ് 11 to 18 ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് P0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. അപ്പോൾ എഫ് തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട്, വി. ആദ്യം നമ്മൾ ഈ വിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ യു കാണണം. യു എന്ന് കണ്ടാൽ മോഡുലസ് ഓഫ് വി, ഇത് മോഡുലസ് ഓഫ് വി ആണ്. ഇത് മോഡുലസ് ഓഫ് വി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വി. വി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വി കാണണം. വി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വി. വി തന്നിട്ടുണ്ട് 4i + 3j. അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? √4² + 3². ഇതാണ് യു എന്ന് പറയുന്നത്. യു ആണത്, യു. ദെൻ എഫ് എക്സ് കാണണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം എന്ത് കിട്ടും? 2y കിട്ടും. 2y എഫ് എക്സ് അറ്റ് 5 എക്സിക്കൽ. അപ്പം 10 കിട്ടി. എഫ് എക്സ് 5 10 കിട്ടി. എഫ് വൈ 5 -20 കിട്ടി. -20. അങ്ങനെയാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്തായിരിക്കും? ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഐ മൈനസ് എഫ് ഐ ജെ. ഇത് കിട്ടി. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്തോ? ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു. അപ്പം ഇതിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 10 × 4/5 -20 × 3/5 ദാറ്റ് ഈസ് -4 എന്ന് കിട്ടി. ദെൻ പ്രോബ്ലം നമ്പർ 12. എഫ് ഇതാണ്, P0 ഇതാണ്, വി ഇതാണ്. ദെൻ യു ഈക്വൽ ടു വി ബൈ മോഡുലസ് ഓഫ് വി. 3i - 4jനെ അതിൻ്റെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/5i - 4/3j. അതാണ് യു കിട്ടിയത്. ഇത് യു. ഇനി എഫ് എക്സ് എന്താ? എഫ് എക്സ് -1 1 -4, എഫ് ഐ -1 1 2. ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -4i + 2j. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ദെൻ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു. അപ്പോൾ എന്ത് ചെയ്തു? 3/5നെ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം -12/5. ദെൻ -4/5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 8/5. ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ജി തന്നിട്ടുണ്ട്, P0 വി. ഇനി നമ്മൾ യൂണിറ്റ് വെക്ടർ കാണണം. വി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി. അപ്പം എന്താ? 12i + 5j ഡിവൈഡ് ബൈ √12² + 5² ദാറ്റ് ഈസ് 13. അപ്പോൾ നമുക്ക് യു കിട്ടി. യു ഇതാണ് യു. ഇത് യു. ഇനി ജി എക്സ്
ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. 1 മൈനസ് 1 കൊടുത്തു. 1 മൈനസ് 1 കൊടുത്തു. ഇതാണ് ജി എക്സ് 1 മൈനസ് വൈ 1 ജി വൈ 1 മൈനസ് 1 -3 ആണ്. അപ്പം ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ 3i മൈനസ് 3j. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ദെൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് ജി ഡോട്ട് യു. അപ്പം എന്ത് കിട്ടി? 3 ഇൻറ്റു 12/13 ദാറ്റ് ഈസ് 36/13 മൈനസ് 3 ഇൻറ്റു 5/13 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/13 that is equal to 21/13. ഇതാണ് കിട്ടുന്നത്. വളരെ സിമ്പിളാണ്. Then in exercise 19 to 24, find the direction in which the functions are increases most rapidly and which they decrease most rapidly at p naught. Then find the derivative of function in this direction. അപ്പം എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, പി നോട്ട് തന്നിട്ടുണ്ട്. അപ്പം ഏത് ഡയറക്ഷനാണ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നുള്ളതാണ്. അത് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കാണണം. ഡെൽ എഫ് അല്ല ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം 2x + y എഫ് എക്സ് ആയി. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് 2yj എന്ന് കിട്ടി. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ഇത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ആണ്. അതറ്റ് -1 1 എക്സിന് -1ഉം വൈക്ക് 1ഉം കൊടുക്കുക. അപ്പം ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ത് കിട്ടും? -i + j. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ്. ഈ ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പം അതിൻ്റെ ഡയറക്ഷൻ കാണാൻ അതിൻ്റെ യൂണിറ്റ് വെക്ടർ കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രേഡിയൻ്റ് ഓഫ് എഫിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ മോഡുലസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് -1² + 1² ദാറ്റ് ഈസ്. ഇതാണ് കിട്ടിയത്. ഈ ഡയറക്ഷനാണ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. ഇതിൻ്റെ മൈനസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം ഈ ഡയറക്ഷനിലാണ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. ഈ ഡയറക്ഷനിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് യു. ഇതാണ്. അങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത് മോസ്റ്റ് റാപ്പിഡ്ലി. എങ്ങനെയായിരിക്കും? -u ആയിരിക്കും. അത് ഇതാണ്. ഇനി അപ്പോൾ അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? അത് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. അത് √2 കിട്ടും. മോഡുലസ് ഓഫ് ഡെൽ എഫ് അത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു ആണ്. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് യു കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തു. അതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാ കിട്ടുക. ഇതിൻ്റെ √2 that is modulus of grade 2 grade f equal to modulus of grade f equal to modulus of grade f equal to എന്തായിരിക്കും? ഇതിൻ്റെ മോഡുലസ് വാല്യൂ അത് ഇതാണ്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് √2. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും വാല്യൂ. ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി √2ഉം ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്തായിരിക്കും? അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, -√2. ഓക്കെ. അടുത്ത പ്രോബ്ലം ഇത് തന്നെ. പ്രോബ്ലം എഫ് തന്നിട്ടുണ്ട്, പി നോട്ട് തന്നിട്ടുണ്ട്. അപ്പം ഗ്രേഡ് എഫ് കാണണം. അപ്പം എന്തായിരിക്കും? ഇതാണ് എഫ് എക്സ് ആണിത്. ഇത് എഫ് എക്സ്. ഇതാ 2xy. ഇതെന്തായിരിക്കും? e⁻xy sin yനെ xy ഡെറിവേറ്റീവ് y ആണിത്. ഇത് എഫ് വൈ ആണ്.
FI plus FIJ. FXI plus FIJ ഇതാണ്. ദെൻ അറ്റ് 1 0 എക്സിന് 1ഉം വൈക്ക് 0യും കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് എഫ് എത്ര കിട്ടും? 2J എന്ന് കിട്ടും. 2J ഗ്രേഡ് എഫ്. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? J ആണ്. അതിൻ്റെ യൂണിറ്റ് ഡയറക്ഷൻ J ആണ്. അല്ലെങ്കിൽ മോഡ് എഫിനെ 2Jന് അതിൻ്റെ മോഡുലസ് ഓഫ് ഗ്രേഡ് എഫോട് ഡിവൈഡ് ചെയ്തു. അപ്പം J കിട്ടി. ഓക്കെ. ദെൻ അപ്പം ഈ ഡയറക്ഷനിലാണ്, J എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. UJ ആണ്. അപ്പം ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലിയോ -U. അപ്പം എന്തായിരിക്കും? ഇത് -J ആണ്. ഇത് കിട്ടി. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മോസ്റ്റ് റാപ്പിഡ്ലി ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആയിരിക്കും ഡെൽ എഫ് ആയിരിക്കും. ഡെൽ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഡെൽ എഫ് ഈക്വൽ ടു 2. അതാണ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ റേറ്റ് 2 ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ റേറ്റ് -2. ഇതാണ്. അതെല്ലാം നമ്മൾ കണ്ട് പ്രോബ്ലമൊക്കെയാണ് ചെയ്തത്. ഓക്കെ. നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്ട്രീം വാല്യൂ ആൻഡ് സാഡിൽ പോയിന്റ് ആണ്.